പക്വത കാണിക്കണം. പറയുന്ന ഓരോ വാക്കും ഉത്തരവാദിത്തത്തോടെയാകണം. മന്ത്രിയെ പോലെ ഭരണഘടനാ സ്ഥാനത്തിരുന്ന് നടത്താവുന്ന പ്രസ്താവനയല്ല ഇത്. രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് കൃത്യമായ ബോധ്യം വേണം എന്താണ് പറയുന്നത് എന്നത് സംബന്ധിച്ച്. ഇന്ത്യൻ ആർമി ഓഫീസർ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ബിജെപിയുടെ മധ്യപ്രദേശിലെ ആദിവാസി ഗോത്ര ക്ഷേമ വകുപ്പ് മന്ത്രി വിജയ് ഷാ നടത്തിയ പരാമർശത്തിൽ സുപ്രീം കോടതി നടത്തിയ വിമർശനമാണിത്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിച്ച സോഫിയ ഖുറേഷിക്കെതിരെ ബിജെപി മന്ത്രി വിജയ് ഷാ നടത്തിയ പരാമർശം എന്തായിരുന്നു? ഏത് പശ്ചാത്തലത്തിലായിരുന്നു അത്? സുപ്രീം കോടതി വരെ അത് എത്തിയതിന്റെ കാരണം എന്താണ്? പരിശോധിക്കാം. വോട്ട് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ മോവിലെ പൊതുപരിപാടിക്കിടെയാണ് ബിജെപി മന്ത്രി കേണൽ സോഫിയ ഖുറേഷിയെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ചത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ പാകിസ്ഥാനികളുടെ മതത്തിലെ സഹോദരിയെ തന്നെ പറഞ്ഞയച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പഹൽഗാമിൽ പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയ തീവ്രവാദികളുടെ സഹോദരിമാരോട് പ്രതികാരം ചെയ്യാൻ നിങ്ങളുടെ സഹോദരിയെ തന്നെ അയക്കുമെന്നുമായിരുന്നു വിജയ് ഷായുടെ നിരുത്തരവാദിത്തപരമായ പരാമർശം. പിന്നാലെ വിമർശനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയർന്നു. ബിജെപി കേന്ദ്ര നേതൃത്വം തന്നെ തഴഞ്ഞതോടെ വെട്ടിലായി മന്ത്രി. വിമർശനങ്ങൾ പല കോണിൽ നിന്നാണ് വന്നത്. തിരങ്ക യാത്രയിലൂടെ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രചാരണായുധമാക്കാനുള്ള ബിജെപിയുടെ നീക്കം പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ വിവാദം. ബിജെപി മന്ത്രിയുടെ പരാമർശം സൈന്യത്തെയും സ്ത്രീകളെയും അവഹേളിക്കുന്നതാണെന്നും അതിരുകടന്ന് വർഗീയതയാണെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വിജയ് ഷായുടെ രാജി ആവശ്യപ്പെട്ടു. മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു. സകല വിധത്തിലും പ്രതിസന്ധിയിലായ വിജയ് ഷാ മറ്റൊരു മാർഗവുമില്ലാതെ ദിവസങ്ങൾക്ക് ശേഷം മാപ്പപേക്ഷയുമായി രംഗത്തെത്തി. അത് ഇങ്ങനെയായിരുന്നു: സോഫിയ ഖുറേഷി ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യക്ക് അഭിമാനം കൊണ്ടുവന്നു. രാജ്യത്തോടുള്ള അവരുടെ സേവനത്തിന് അവരെ അഭിവാദ്യം ചെയ്യുന്നു. സ്വപ്നത്തിൽ പോലും അവരെ അപമാനിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. എന്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. വിവാദങ്ങൾ അവിടെ അവസാനിച്ചില്ല. വിഷയത്തിൽ കോടതി ഇടപെട്ടു. പരാമർശത്തിൽ ഉടൻ വിജയ് ഷാക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പിന്നീട് മധ്യപ്രദേശ് സംസ്ഥാന പോലീസ് സമർപ്പിച്ച എഫ്ഐആറിന്റെ ഉള്ളടക്കത്തിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. മന്ത്രിക്കെതിരെ മധ്യപ്രദേശിലെ മാൻപൂർ പോലീസാണ് കേസെടുത്തത്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. എഫ്ഐആറിനെ പരാമർശിച്ചുകൊണ്ട് കോടതി പറഞ്ഞതിങ്ങനെ: കേസ് റദ്ദാക്കാൻ കഴിയുന്ന തരത്തിലാണ് എഫ്ഐആർ ഉള്ളത്. ആരാണിത് തയ്യാറാക്കിയത്? എഫ്ഐആറിൽ കൃത്യമായ വകുപ്പുകൾ ഉണ്ടായിരിക്കണം. നീതിപൂർവം അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അന്വേഷണം നിരീക്ഷിക്കാൻ നിർബന്ധിതനായെന്ന് കോടതി പറഞ്ഞു. ഉദ്യോഗസ്ഥയെ മാത്രമല്ല, സായുധ സേനയെ മൊത്തത്തിൽ അവഹേളിക്കുകയാണ് മന്ത്രി ചെയ്തതെന്ന് കോടതി വിമർശിച്ചു. വിജയ് ഷാക്കെതിരെ സുപ്രീം കോടതിയും നിലപാട് കടുപ്പിച്ചു. ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി താക്കീത് നൽകി. കേസെടുത്തതിനെതിരെ മന്ത്രി നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ പ്രതികരണം. മന്ത്രി പദവിയിലിരുന്ന് ഒരിക്കലും നടത്തരുതാത്ത പ്രസ്താവന. രാജ്യം ദുർഘട സന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരും ഉത്തരവാദിത്തം കാട്ടണമെന്ന് കോടതി പറഞ്ഞു. പ്രസ്താവനകളുടെ പേരിൽ വിവാദങ്ങളുടെ തലക്കെട്ടുകളിൽ ഇതാദ്യമായല്ല വിജയ് ഷാ എത്തുന്നത്. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് അന്നത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാര്യ സാധന സിംഗിനെതിരെ വിജയ് ഷാ നടത്തിയ പരാമർശത്തിന് പിന്നാലെ ദിവസങ്ങൾക്കകം രാജിവെച്ചൊഴിയേണ്ടി വന്നു. 2018 വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ അധ്യാപക ദിന പരിപാടിയിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തെ തുടർന്ന് ഷാ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. സ്കൂൾ വിദ്യാർത്ഥികൾ റോൾ കോളിംഗിന് ജയ് ഹിന്ദ് എന്ന് പറയണമെന്ന് നിർബന്ധമാക്കിയ ഉത്തരവ് ഉൾപ്പെടെ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദു. 2022 കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും സമാനമായ വിവാദ പരാമർശങ്ങൾ. സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷെ ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ആദ്യത്തെ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് മുൻപ് എല്ലാ പ്രധാനമന്ത്രിമാരും കഴുതകളും കുതിരകളും ഒക്കെ ആയിരുന്നു. അവരിൽ ആരും ദരിദ്രരെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന പരാമർശവും വിവാദങ്ങൾ ഉണ്ടാക്കി. മുൻ വിവാദങ്ങൾ പാർട്ടിയിലും സർക്കാരിലും ഷായ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ലെങ്കിലും ഇത്തവണ അങ്ങനെയല്ല. മധ്യപ്രദേശ് ബിജെപി നേതാക്കൾ വിശ്വസിക്കുന്നത് നിലവിലെ പ്രശ്നം സംസ്ഥാന നേതൃത്വത്തിനും അപ്പുറത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണ ബിജെപിയെ സംബന്ധിച്ച് കുറച്ചുകൂടി സെൻസിറ്റീവായ വിഷയമാണ് ഷാ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷായ്ക്ക് മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെടുമോ എന്നതിൽ വരെ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
അത് തന്നെയാണ് മുൻപെങ്ങുമില്ലാത്ത വിധം മാപ്പപേക്ഷയുമായി വിജയ് ഷാ വന്നിരിക്കുന്നതും. വോട്ട് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.